ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വരുന്ന ആഴ്ച 1 മാർച്ച് 2021 മുതൽ 5 മാർച്ച് 2021 വരെയുള്ള ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പോയ വാരം മാർക്കറ്റിൽ വളരെ വലിയ കറക്ഷനാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയിൽ 3.76% ഡിക്ലൈനും, സെൻസെക്സിൽ 3.80% കറക്ഷനും, ബാങ്ക് നിഫ്റ്റിയിൽ 4.78% കറക്ഷനും നമ്മൾക്ക് ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് 26 ഫെബ്രുവരി 2021 ട്രേഡിംഗ് സെഷനിൽ മാത്രം കാണാൻ സാധിച്ചു. അതുകൂടാതെ ഇയർ എൻഡിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു ബിയറിഷ് മൊമെൻറ്റം തന്നെയായിരുന്നു നിഫ്റ്റിയിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതുകൂടാതെ നമ്മൾ മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇതുവരെയുള്ള കറക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പല ഇൻഡിസസുകളിലും ഏകദേശം 6% മുതൽ 7.5% വരെയുള്ള കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ആഴ്ച ഇതേ രീതിയിലുള്ള ഒരു കറക്ഷൻ ആയിരിക്കുമോ മാർക്കറ്റിൽ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് മാർക്കറ്റിൽ കറക്ഷനോ അല്ലെങ്കിൽ റിക്കവറിയോ വരാൻ സാധ്യതയുള്ളത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിഗണിക്കുന്നത്. ഇനി വരുന്ന ആഴ്ച നമ്മൾക്ക് ഇമ്പാക്റ്റ് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ചില ഫാക്ടറുകൾ നോക്കാം. അതായത് ഒന്ന് GDP ഡേറ്റ, ഫ്രൈഡേയിൽ വന്ന GDP ഡേറ്റയുടെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ PMI മൈക്രോ ഡേറ്റകളുടെ ഇമ്പാക്റ്റ്, കൂടാതെ ബോണ്ട് ഈൽഡുകളുടെ ഇമ്പാക്റ്റ് എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ കേപ്പബിലിറ്റിയുള്ള ഒന്നാമത്തെ ഫാക്ടറാണ് US ബോണ്ട് ഈൽഡ്. അതായത് 26 ഫെബ്രുവരി 2021 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കണ്ടതാണ് US ബോണ്ട് ഈൽഡ് എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. അതായത് US ബോണ്ട് ഈൽഡിൽ 1.6% ഹൈക്കുണ്ടായപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 3.5% കറക്ഷൻ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായത്. നമ്മൾ ആദ്യം ബോണ്ട് ഈൽഡ്, പ്രത്യേകിച്ചും US ബോണ്ട് ഈൽഡ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം പരിഗണിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, മാർക്കറ്റിൽ ഇത്രയും വലിയ പ്രൈസ് ഫ്ലക്ച്വേഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോയും അല്ലെങ്കിൽ ഔട്ട്ഫ്ലോയുമാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് ഫണ്ട് ഇൻഫ്ലോ ചെയ്യുമ്പോൾ മാർക്കറ്റിൽ റൈസും, അവർ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫോളും കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഫ്രൈഡേയിലും നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി അതിൻ്റെ പിന്നിലെ കാരണം നമ്മൾക്ക് മനസ്സിലാക്കാം. അതായത് 2020 മാർച്ച് മാസത്തിലെ COVID-19 കറക്ഷൻ മൂലം മാർക്കറ്റിൻ്റെ വാല്യൂഷൻ വളരെ ചീപ്പായിരുന്നു. ആ സമയത്ത് US പോലുള്ള എസ്റ്റാബ്ലിഷ്ഡ് എക്കോണമീസിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. എമർജിംഗ് മാർക്കറ്റിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം മാർക്കറ്റിൻ്റെ വാല്യൂവേഷൻ ഉയർന്നു. പ്രത്യേകിച്ചും ഇന്ത്യയിലെ പോലുള്ള മാർക്കറ്റിൻ്റെ വാല്യൂവേഷൻ നമ്മൾ എല്ലാ വീഡിയോയിലും അനാലിസിസ് ചെയ്യുന്നത് പോലെ തന്നെ മാർക്കറ്റിൻ്റെ PE, ഹിസ്റ്റോറിക്കലി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ PE നമ്മൾ നോക്കുകയാണെങ്കിൽ 28 മുതൽ 33 വരെയുള്ള PE ആണ് നമ്മൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് വീക്കിലെയും അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കിലെയും ഒക്കെ PE നോക്കുകയാണെങ്കിൽ അത് 41 വരെയായി എത്തിയിട്ടുണ്ട്. അതായത് മാർക്കറ്റ് വളരെയധികം ഓവർ ബോട്ട് റീജിയനിലായി, അല്ലെങ്കിൽ ഓവർ വാല്യൂഡ് റീജിയനിലാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഈ ഓവർ വാല്യൂഡ് റീജിയണൽ മാർക്കറ്റിലെത്തുമ്പോൾ ഇനിയും ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓവർ വാല്യൂഡ് മാർക്കറ്റിൽ നടത്തുകയാണെങ്കിൽ അവിടെ നിന്നും നല്ല രീതിയിൽ നമ്മൾക്കൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഓവർ വാല്യൂഡ് മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ വിഡ്രോ ചെയ്ത് താരതമ്യേന സേഫ് ആയിട്ടുള്ള US ബോണ്ട് പോലുള്ള ഡെപ്റ്റ് ഇക്വിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതെല്ലാം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളാണ് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും. ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ തന്നെ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെക്യൂരിറ്റിയാണ്. കാരണം US ബോണ്ടിനെ ഗോൾഡിനേക്കാൾ വലിയ സെക്യൂർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. റിട്ടേൺ അല്പം കുറഞ്ഞാലും ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഇത് മാർക്കറ്റിൽ നിന്നും, പ്രത്യേകിച്ചും ഇക്വിറ്റി മാർക്കറ്റുകളിൽ നിന്നും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നേടിയ പ്രോഫിറ്റ് അവർക്ക് US മാർക്കറ്റിൽ, പ്രത്യേകിച്ചും US ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും അതുവഴി അവർ അവരുടെ പ്രോഫിറ്റ് സെക്യൂർ ആക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് മാർക്കറ്റിൽ ഇത്രയും വലിയ കറക്ഷൻ അല്ലെങ്കിൽ ഫോൾ കാണാൻ സാധിച്ചത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് 2017 നവംബർ 3-ാം തീയതിക്ക് ശേഷം മാർക്കറ്റിൽ ഉണ്ടായ ഏറ്റവും വലിയ സിംഗിൾ ഡേ വിഡ്രോവലാണ് നമ്മൾക്ക് 26 ഫെബ്രുവരി 2021 കാണാൻ സാധിച്ചത്. 8,295 കോടി രൂപയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും വിഡ്രോ ചെയ്തത്. അതുകൂടാതെ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഡോളറിൻ്റെയും ഇന്ത്യൻ രൂപയുടെയും വിനിമയ നിരക്കാണ്. അതായത് ഡോളറിൻ്റെയും ഇന്ത്യൻ രൂപയുടെയും വിനിമയ നിരക്ക് എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഡോളറിൻ്റെ മൂല്യം കുറയുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഡോളറിൻ്റെ മൂല്യം കൂടുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. അതുതന്നെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. അതായത് ലാസ്റ്റ് വീക്കിലെ ഡോളറിൻ്റെ മൂല്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 72.40 ആയിരുന്നു. അതിനുശേഷം നമ്മൾ 26 ഫെബ്രുവരി 2021 ഡോളറിൻ്റെ മൂല്യം നോക്കുകയാണെങ്കിൽ 73.46 ആണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഇത്രയും വളരെ വലിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയത്. വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് GDP ഡേറ്റ. അതായത് ഫ്രൈഡേയിൽ പുറത്തു വന്ന GDP ഡേറ്റയുടെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ആൾറെഡി നമ്മൾ US ബോണ്ട് ഈൽഡ് റൈസിൻ്റെ ആങ്സൈറ്റിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. ഇനി GDP ഡേറ്റയുടെ പോസിറ്റീവ് ഹോപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഇന്ത്യ ടെക്നിക്കൽ റിസഷനിൽ നിന്നും പുറത്തെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള ഇൻഡിക്കേഷനാണ് GDP ഡേറ്റയിൽ നിന്നും കിട്ടുന്നത്. കഴിഞ്ഞ 2 ക്വാർട്ടറിലെ GDP ഡേറ്റ നോക്കുകയാണെങ്കിൽ രാജ്യം നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു നേടിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും രാജ്യം 0.4% പ്രോഗ്രസീവ് പോസിറ്റീവ് ഗ്രോത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മൺഡേയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം. അതുകൂടാതെ നമ്മൾ വരുന്ന ആഴ്ചയിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് 1 മാർച്ചും അതുപോലെ തന്നെ 3 മാർച്ചും. കാരണം 1 മാർച്ചിലും 3 മാർച്ചിലും എക്കണോമിയുടെ മാക്രോ പോയിൻസുകളായിട്ടുള്ള മാർക്കറ്റ് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് PMI ഡേറ്റയുടെ റിസൾട്ട് പുറത്തു വരും. മാനുഫാക്ചറിങ് ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ മാസത്തിലെ മാനുഫാക്ചറിങ് ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ 56.4% നിന്നും 57.7% ഉയർന്നിട്ടുണ്ടായിരുന്നു. PMI ഡേറ്റ നോക്കുകയാണെങ്കിൽ, സർവീസ് PMI ഡേറ്റ നോക്കുകയാണെങ്കിൽ 52.3% നിന്നും 52.8% മാറിയിട്ടുണ്ടായിരുന്നു. ഇത് വരും മാസങ്ങളിലും, അതായത് ഇനി വരുന്ന PMI ഡേറ്റയിലും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് PMI ഡേറ്റകൾ നോക്കിയാലും അത് പ്രീവിയസിനേക്കാൾ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡേറ്റ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റ് 2 ഫാക്റ്റുകളാണ് ഓട്ടോ സെയിൽസ് റിപ്പോർട്ടും അതുപോലെ തന്നെ IPO റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവും. അതായത് ഫെബ്രുവരി മാസത്തിലെ വിവിധ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് റിപ്പോർട്ട് നമ്മൾക്ക് മാർച്ച് മാസത്തിൻ്റെ ആദ്യത്തോടുകൂടി അവൈലബിൾ ആയി തുടങ്ങും. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോർ, മാരുതി സുസുക്കി, ഐഷർ മോട്ടോർ, ബജാജ് ഓട്ടോ, അശോക് ലേലാൻഡ്, M&M, ഹീറോ മോട്ടോർ കോർപ്പ്, TVS മോട്ടോർ കമ്പനി, എസ്കോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇതിൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ട്രാക്ടർ സെക്ടറും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെക്ടറും റിമെയിൻ സ്ട്രോങ് തന്നെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2 വീലറിൻ്റെ സെയിൽസിൽ അല്പം ഡിക്ലൈൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ കൊമേഴ്സ്യൽ വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പല ന്യൂസുകളും നമ്മൾ ലാസ്റ്റ് ഡെയിലി മോർണിംഗ് അപ്ഡേറ്റ് സീരീസിൽ കവർ ചെയ്തതാണ്. അതിലെ പ്രധാനപ്പെട്ട ന്യൂസുകളായിരുന്നു വിജയവാഡയിൽ കൊമേഴ്സ്യൽ ബസ്സുകളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓപ്പൺ ആയതും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ് ബസ്സുകൾ അക്വയർ ചെയ്യുന്നു എന്നുള്ള ന്യൂസുകളെല്ലാം. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾക്ക് വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാം. കൂടാതെ IPO റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടിയുണ്ട്. MDAR ടെക്നോളജി എന്ന പ്രസിഷൻ എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്ന കമ്പനിയുടെ IPO ആണ് വരുന്നത്. ഇത് ഏകദേശം 597 കോടി രൂപയുടെ IPO ആണ്. ഇതിൽ 473 കോടി രൂപയുടെ OFS അല്ലെങ്കിൽ ഓഫർ ഓഫ് സെയിൽസും 124 കോടി രൂപയുടെ IPOയുമാണ് അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറുമാണ് വരുന്നത്. ഈ IPOയുടെ പ്രൈസ് ബാൻഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് 574 രൂപയും 575 രൂപയുമാണ്. അതായത് 574 രൂപ ലോവർ പ്രൈസ് ബാൻഡും 575 രൂപ അപ്പർ പ്രൈസ് ബാൻഡുമാണ്. ഈ IPO ഓപ്പൺ ആകുന്നത് 3 മാർച്ച് 2021 IPO ക്ലോസ് ആകുന്നത് 5 മാർച്ച് 2021 ഈ കമ്പനി പ്രസിഷൻ എക്യുപ്മെൻറ്റ് നിർമ്മിക്കുന്നത് ഡിഫൻസ് കൂടാതെ ന്യൂക്ലിയർ, സ്പേസ് തുടങ്ങിയ സെക്ടറുകളിലേക്കാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റാണ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൺട്രികളുടെ മീറ്റിങ്ങിൻ്റെ ഔട്ട്കം. അതായത് 4 മാർച്ച് 2021 ഓയിൽ പ്രൊഡക്ഷൻ കമ്പനികളുടെ മീറ്റിംഗ് നടക്കുന്നത്. ഈ മീറ്റിങ്ങിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ പോളിസിയെക്കുറിച്ചുള്ള ഔട്ട്കം ഉണ്ടാകും. ഇത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് പ്രീ കോവിഡ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനുള്ള ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും അനാലിസിസ് ചെയ്യുന്നത് പോലെ തന്നെ ബ്രെൻഡ് ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ പ്രൈസ് അനാലിസിസ് ആണ്. ജനുവരി മാസത്തിൽ ബ്രെൻഡ് ക്രൂഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ $55 പെർ ബാരൽ എന്ന റേറ്റ് ആയിരുന്നു. ഫെബ്രുവരി മാസത്തിൽ അത് ഉയർന്ന് $67 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തുകയും വീക്കെൻഡോടുകൂടി 64.4 പെർ
ബാരൽ എന്ന റേറ്റിൽ സസ്റ്റെയിൻ ആവുകയും ചെയ്തു. അതർത്ഥം ഏകദേശം 20% പ്രൈസ് ഹൈക്ക് ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്രൂഡ് ഓയിലുള്ള പ്രൈസ് ഹൈക്ക് ഇന്ത്യ പോലുള്ള ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ഫാക്റ്റാണ്. അതുകൂടാതെ റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്സ് ഇൻഡസ്ട്രീസ്, പ്രത്യേകിച്ചും പെയിൻറ്റ് ഇൻഡസ്ട്രിയിലെ സ്റ്റോക്കുകളിലെല്ലാം ഒരു ഫോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ ക്രൂഡ് ഓയിലിലുള്ള വിലവർദ്ധനവാണ്. അതുകൂടാതെ തന്നെ പെഡിലൈറ്റ് പോലുള്ള സ്റ്റോക്കുകളിലുമുള്ള വീക്ക്നെസ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അതായത് ഒരുപാട് കെമിക്കൽ പ്രൊഡക്റ്റുകൾ, പെട്രോളിയം റോ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന ഒരുപാട് കെമിക്കൽ ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസ് ഡിക്ലൈൻ ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്കാണ്. ഇനി ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്കിൻ്റെ ഒരു പോസിറ്റീവ് വശം നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്റ്റാണ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് ഹൈക്ക്. കാരണം ക്രൂഡ് ഓയിലിൻ്റെ ഡിമാൻഡ് കൂടുന്നത് ഗ്ലോബൽ എക്കോണമിയുടെ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ എക്കോണമിക് ആക്ടിവിറ്റീസിനെയും ബൂസ്റ്റ് ചെയ്യുന്നു. അത് ഗ്ലോബൽ എക്കോണമിയിൽ ഒരു സ്റ്റിമുലസ് പാക്കായിട്ട് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. എന്തായാലും 4 മാർച്ച് 2021 പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ പെട്രോളിയത്തിൻ്റെയും പ്രൊഡക്ഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നമ്മൾക്കറിയാൻ പറ്റും. ആ പ്രൊഡക്ഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിലും അതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലും ദൃശ്യമാകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്റ്റ് COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റിക്കവറി റേറ്റിൽ ഒരു ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. 97.27% നിന്നും റിക്കവറി റേറ്റ് 97.14% കുറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമുള്ള കോവിഡ് കേസുകളുടെ വർധനവ് തന്നെയാണ്. കൂടാതെ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.42%, ടോട്ടൽ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,10,00,000 ആൾക്കാർക്ക് കോവിഡ് ഇൻഫെക്റ്റ് ആവുകയും അതിൽ 1,07,00,000 ആൾക്കാർ അതിൽ നിന്നും റിക്കവർ ആവുകയും ചെയ്തു. ഇനി വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 1,42,00,000 ആൾക്കാർ ആൾറെഡി വാക്സിനേറ്റഡ് ആയിട്ടുണ്ട്. 8 ലക്ഷം ആൾക്കാരാണ് ദിവസം രാജ്യത്ത് വാക്സിനേറ്റഡ് ആകുന്നത്. ഇതെല്ലാം ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്